സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. വെള്ളത്തെ തീ പിടിപ്പിക്കുന്ന പച്ചവർഗീയത അഴിച്ചുവിട്ടിരിക്കുന്നത് CPM ആണ്, അതിന് പിന്നിൽ ശ്രീമതി KK ശൈലജയാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനെ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവരെ പരാജയപ്പെടുത്തിയ വടകരയിലെ ജനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ഞാൻ അഭിവാദ്യവും ഒരു സല്യൂട്ടും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ. ഇത് ഞാൻ വടകരയിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് CPM അനുഭാവികൾ വരും. കാരണം CPM അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ദുഷ്പ്രചരണത്തിൽ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ശ്രീമതി KK ശൈലജ കഴിഞ്ഞ തവണ മന്ത്രിയായി പ്രതിനിധാനം ചെയ്ത കൂത്തുപറമ്പ് മണ്ഡലം. ആ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ശ്രീമതി KK ശൈലജ 10,000 വോട്ടിനാണ് പുറകിൽ പോകുന്നത്. 39,000 വോട്ടിന് തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ 8,000 വോട്ടിന് മാത്രമാണ് ശ്രീ ഷാഫി പറമ്പിൽ പുറകിൽ പോകുന്നത്. യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ CPMന്റെ പോക്കറ്റുകളിൽ പോലും CPM നടത്തിയ വ്യാജ പ്രചരണങ്ങളെ വടകരയിലെ ജനത രാഷ്ട്രീയത്തിന് അതീതമായി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന്റെ യുക്തിയിൽ അദ്ദേഹം ശ്രീ VD സതീശനെ പ്രതിയാക്കണം എന്ന് പറഞ്ഞു. ശ്രീ VD സതീശനെ പ്രതിയാക്കണമെന്ന് പറയുന്ന യുക്തിയിലാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീമതി KK ശൈലജ ഈ വിഷയത്തിനകത്ത് പ്രതി ചേർക്കാത്തത്? ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ CPMനകത്ത് ഏറ്റവും അധികം ജെന്യുവിനിറ്റി ഇല്ലാത്ത നേതാക്കന്മാരിൽ ഒരാൾ ശ്രീമതി KK ശൈലജയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കും. സംശയിക്കരുത്. അപ്പൊ അവർക്ക് PR ഏജൻസികളും മാധ്യമങ്ങളും എല്ലാം ചാർത്തി കൊടുത്തിരിക്കുന്ന കരുതൽ അത് സ്വയംഭൂവായിട്ടുള്ള കരുതലാണ്. അവർക്കോട് മാത്രമേ ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തൊക്കെയാ നടന്നത്? ഒരു സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ശ്രീമതി KK ശൈലജ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് പോലും ശ്രീമതി KK ശൈലജ KKയിലധികം തള്ളി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരിക്കുന്ന KKയിലധികം ശ്രീമതി KK ശൈലജ പൂർണ്ണമായി തള്ളി പറഞ്ഞിരിക്കുന്നു. അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ആ ചെളി തന്റെ ശരീരത്തിലേക്ക് പതിയേണ്ട ചെളി മുഴുവൻ KKയിലധികം ശരീരത്തിലേക്ക് തള്ളിവിട്ടു. ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഏതായാലും ഇങ്ങനെയൊക്കെ ആയി നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അത് ക്യാരി ചെയ്യുന്ന ശ്രീമതി KK ശൈലജ എന്തുകൊണ്ടാണ് എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറയാൻ തയ്യാറാകാത്തത്? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ജെനുവിനിറ്റി ഇല്ലാത്ത സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. ഇത് പങ്കുവച്ച നമ്മുടെ പോരാളി ഷാജി അല്ല, ഇപ്പൊ പോരാളി അബ്ബാസ് പറഞ്ഞു ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അബ്ബാസിന്റെ പുതിയ ചിത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ അബ്ബാസിന്റെ ചിത്രമല്ല, ആ ബാത്റൂം ഈ ഇതൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്ന ഹാർപ്പിക്കുവാണല്ലോ. ആ ഹാർപ്പിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്ന ചില ക്രിമികീടുണ്ട്. ആ ക്രിമികീടത്തിന്റെ പ്രൊഫൈൽ പിക്ചർ ആ പോരാളി ഷാജി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്ക് ഏറ്റവും ഉത്തമം. എന്റെ ചോദ്യം, ഈ സ്ക്രീൻഷോട്ട് ഈ വന്ന സമയത്ത് തന്നെ പരാതി കൊടുത്ത ശ്രീ C ഭാസ്കരൻ എന്ത് പറ്റിയടാ? CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, മുൻപ് നമ്മൾ ആ പേര് കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല, ചർച്ചയെ ഡീവിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആ C ഭാസ്കരൻ എന്താ പ്രതിയാകാത്തത്? ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. അപ്പോ ഈ വിഷയത്തിനകത്തൊക്കെ കൃത്യമായിട്ട് ചില ആസൂത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ആസൂത്രണങ്ങളെല്ലാം വടകരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അഭിലാഷ്, ഈ രണ്ടു പേര് പറഞ്ഞ കാര്യങ്ങളോടും കുറച്ചൊന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. ആദ്യം ശ്രീ CPMന്റെ പ്രതിനിധി ശ്രീ അരുൺകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. അദ്ദേഹം ചില കോടതികളുടെ പരാമർശങ്ങൾ, സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വന്ന പരാമർശങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അഭിമാനം വേണം, അഭിമാനം. നമ്മുടെ രാജ്യത്തെ കോടതികളിൽ വിവിധ സർക്കാരുകൾക്കെതിരായിട്ടുള്ള നിരവധി കേസുകൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? വിവിധ സർക്കാരുകൾക്കെതിരെ, അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും BJP ഭരിക്കുമ്പോഴും ഒക്കെ കോടതികളിൽ നിന്ന് അത്തരം പരാമർശങ്ങൾ വരുന്നത് സ്വാഭാവികം മാത്രമാണ്. പിന്നല്ലാതെ അതിന്റെ പേരിൽ മുഴുവൻ അതിൽ ചില പരാമർശങ്ങൾ മാത്രം എടുത്ത് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചില വിധികൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നോക്കൂ ഇത് മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് പറയുന്നത് അർത്ഥമില്ല. അത് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ റഫേൽ കേസിൽ എന്താ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായത്? അതല്ലെങ്കിൽ അയോധ്യ കേസിൽ എന്താ വിധി ഉണ്ടായത്? അപ്പൊ അത്തരം വിധികൾ കൂടി നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര.
ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ. ജ്യോതി ബസു പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ജ്യോതി ബസുവിന് സാധ്യതയുണ്ടായിരുന്നു, ഞങ്ങൾ അത് ത്യജിച്ചവരാന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് ഇന്ന് ബംഗാളിലേക്ക് CPM-ന്റെ അവസ്ഥ കാണുമ്പോൾ ഇന്ന് വലിയ ദുഃഖം തോന്നുകയാണ്. നോക്കൂ, മമതാ ബാനർജിയുടെ പ്രസ്താവന വന്നിട്ട് എന്താ പറഞ്ഞത്? കോൺഗ്രസിനോട് പറയാണ്, ഞങ്ങൾ 2 സീറ്റ് നിങ്ങൾക്ക് തരും, വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഒരു സീറ്റ് CPM-ന് കൊടുക്കാം. ആരാ പറയുന്നത്? മമതാ ബാനർജിയെ പറയുന്നത്. 35 വർഷം ബംഗാൾ ഭരിച്ച CPM-നോട് പറയാണ്, കോൺഗ്രസിന് ഞങ്ങൾ കൊടുക്കുന്ന 2 സീറ്റിൽ ഒരു സീറ്റ് വേണമെങ്കിൽ എടുത്തോ എന്ന് പറയുന്ന ഒരു ഔദാര്യം പോലെ പറയാണ്. എന്നിട്ട് പറയാണ് മമതാ ബാനർജി എത്ര ആട്ടും തുപ്പും കൊണ്ടാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണോ പരൺകുമാർ പറയുന്നത്? ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? എത്ര ആട്ടും തുപ്പും കൊണ്ടാലും പ്രശ്നമില്ല. 35 വർഷം ഭരിച്ച ഒരു സംസ്ഥാനത്ത് ഒരു സീറ്റിന് വേണ്ടി യാചിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ്. ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നാണ് ജ്യോതി ബസു തന്നെ പറഞ്ഞത്, ഞങ്ങളാരും പറഞ്ഞതല്ല. എന്റെ കാര്യം വലിയ കഷ്ടമാണ്. ഞാനിപ്പോ വഴിയാധാരമായി. കാരണക്കാരൻ CPM-ന്റെ ഏറ്റവും സമുന്നതനായിരുന്ന പ്രധാനമന്ത്രിയാവാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ജ്യോതി ബസു തന്നെ അന്നത്തെ CPM-ന്റെ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നാണ്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ബ്ലണ്ടറുകൾ കൂടിച്ചേർന്ന ഒരു പാർട്ടിയാണ് CPM. അത് ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. രണ്ടിവിടെ ഷമാ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ അവര് തുടക്കം മുതൽക്ക് തന്നെ ഇങ്ങനെ ആട് പച്ചലൈനുന്നത് പോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സെലക്ട് ചെയ്ത ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാം. ഞാൻ കൃത്യമായി ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞതാ. അതിന്റെ മറുപടി പറഞ്ഞതാ. ചർച്ചയിൽ വന്നാൽ ക്ഷമ അതൊരു നാടൻ പ്രയോഗമാണ്. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ. ക്ഷമ ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് തെന്നിപ്പോകുന്നതിന് കേരളത്തിൽ മലയാളികൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ആട് പച്ചില തിന്നുന്ന പോലെ എന്നുള്ളത്. അത് കേരളത്തെ കുറിച്ച് സാമാന്യനെ അറിയുന്ന മലയാളം സാമാന്യനെ അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ കുട്ടി ഇത്? ഞാനൊരു ശൈലി പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു പാർലമെന്റ് ബിൽഡിംഗ് ഞങ്ങൾ ആക്കിയോണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ചോദിച്ചില്ലാന്ന്, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞത് ഈ സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റിനെ പറ്റിയിട്ട്. സത്യം സത്യം സത്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ മറുപടി പറഞ്ഞത് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ അതൊന്നും പറയേണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റൂ. ഒരു വലിയൊരു കാര്യം അവർ പറഞ്ഞത് എന്തുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പരസ്യപ്പെടുന്നില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഏത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുള്ളത്? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തുകൊണ്ട് പരസ്യപ്പെടുന്നില്ല? അത് അവരുടെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യക്കുറവായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. മറ്റൊന്ന്, വലിയ സൈനിക സ്നേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ സൈനിക സ്നേഹം എന്താണെന്നുള്ളത് ഒരു പൂർവ്വ സൈനികന്റെ മകനായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയവനാ ഞാൻ. അഭിലാഷ്, ഇവര് കരസേനാ മേധാവിയെ തെരുവുകുണ്ട എന്ന് വിളിച്ചതാരാ? കോൺഗ്രസിന്റെ നേതാക്കളല്ലേ? അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ ഇന്ത്യൻ കരസേന മേധാവിയെ തെരുവുകുണ്ട എന്ന് വിളിച്ചവരാണ് സൈനിക സ്നേഹം പറയുന്നത്. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഇവിടെ ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലാതെ ഉറിയിലും അതല്ലെങ്കിൽ പത്താൻകോട്ടിലും ഒക്കെ തെളിവ് ചോദിച്ചു നടന്നവരാരാണ്? കോൺഗ്രസ് ആണ്. സമാധാനമായി ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.